നേരത്തെ ചുള്ളിക്കൂട് ഉസ്താദ് സൂചിപ്പിച്ച പോലെ അതെന്താണല്ലേ ഹദീസ് ഉസ്താദ് അങ്ങനെ പറയുമ്പോഴാണ് ഒന്നുകൂടി കുറച്ചുകൂടി ആലോചിക്കണം എന്ന് തോന്നുന്നത്. ഖൈറുല്ലക മിനദ്ദുനിയ വമാ ഫീഹ, ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഇനി എന്താ അതിൻ്റെ അപ്പുറം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തൊരു കൂലി പറയും നമ്മൾ. ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലുതാണ് കേട്ടോ. സുയൂത്തി ഇമാം പറയുന്നുണ്ട്, ചില മക്കൾ ആഖിറത്തിലെത്തുമ്പോൾ പറയും അത്രേ, എനിക്ക് സ്വർഗം വേണം, നീ അനുവദിച്ചിട്ടുണ്ട് ശരി, പക്ഷെ എന്നെ പഠിപ്പിച്ച് ഉസ്താദിന് സ്വർഗം കൊടുക്കാതെ എനിക്ക് സ്വർഗം വേണ്ട. അങ്ങനെ പറയുന്ന ഒരു കുട്ടിയെങ്കിലും നമുക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമായി. ഒരു കുട്ടിയെങ്കിലും, ഒരാളെങ്കിലും, ഒറ്റൊരാളെങ്കിലും, ഒരു മോനെങ്കിലും നമുക്ക് അങ്ങനെ വേണം. എൻ്റെ ഉസ്താദിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാതെ ഞാനില്ല, ഈ ഉസ്താദാണ് എന്നെ ശരിപ്പെടുത്തിയത് എന്ന് പറയും. അതിന് കുറച്ച് മെനക്കെടണം, മികച്ച സംഘാടകനാവണം, നന്നായി നമ്മൾ അധ്വാനിക്കണം. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ വഫാത്താകുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ കിതാബിൽ, ഉസ്തുൽഗാബിലും മറ്റ് ഗ്രന്ഥങ്ങളിലും സിയറിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ചാട്ടൂളി ഏറ് കിട്ടിയതിന് ശേഷം ഹംസ റളിയല്ലാഹു പെടഞ്ഞ് വീണുപോയി. ഹംസ റളിയല്ലാഹു ഈ അനങ്ങാതിരിക്കില്ല, ഒരിക്കലും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ഹംസത്തുൽ ഖറാർ എന്നാണ്. ആ ഹംസ റളിയല്ലാഹു പെടക്കുമ്പോൾ ശത്രുക്കൾ ഓടി വന്നിട്ട് കൈ കാലുകൾ ചവിട്ടിയിട്ട് ഈർച്ചവാളുകൊണ്ട് കഴുത്ത് മുറിക്കുന്നുണ്ട് ജീവനോടെ. ഈർച്ചവാളെടുത്തിട്ട് ഈ കഴുത്ത് മുതൽ പൊക്കിൾ വരെ വലിച്ചു മുറിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കൾ നിന്നിട്ട് ഈ രണ്ട് ഭാഗത്തുള്ള തൊലി വലിച്ചു പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കൈയിട്ടിട്ടാണ് കരൾ ചവച്ച് തുപ്പുന്നതും ചെവി മുറിക്കുന്നതും മൂക്ക് മുറിക്കുന്നതും കണ്ണ് പിഴുതെടുക്കുന്നതും കഷ്ണം കഷ്ണാക്കിയിട്ട്. ഇത് കണ്ട സ്വഹാബത്ത്, കുറേ കഴിഞ്ഞതിന് ശേഷം കണ്ട സ്വഹാബത്ത് പറയുന്നുണ്ട്, നബിതങ്ങൾ ഇത് കണ്ടേക്കല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് ഒറ്റ കരച്ചില്ല, യാ ഹംസ, എന്താ ഹംസ നിങ്ങൾ ഇങ്ങനെ കിടക്കണം, യാ അമ്മൽ മുസ്തഫ, യാ കാശിഫൽ ഖുർബാത്ത്, എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ നിങ്ങളല്ലേ എനിക്ക് പരിഹരിച്ചത്, ഇന്നക വസൂലല്ലി റഹീം, നിങ്ങൾ കുടുംബം എന്ന് ചേർക്കുന്ന ആളല്ലേ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് 63 കൊല്ലത്തെ അവിടുത്തെ ജീവിതത്തിൽ ഇത്ര അധികം കരഞ്ഞു പോയൊരു സന്ദർഭം നമ്മൾ കണ്ടിട്ടില്ല. ആ ഹംസ തങ്ങൾ അങ്ങനെയാണ് വഫാത്തായി, നമ്മളുടെ കയ്യിൽ ദീൻ തരാൻ വേണ്ടിയിട്ട്. ജാഫർ റളിയല്ലാഹു അൻഹു മുഅ്തദ് യുദ്ധത്തിൽ പതാക പിടിച്ച കൈ, വലത് കൈ ശത്രുക്കൾ വെട്ടിയപ്പോൾ ഇടത്തെ കയ്യിൽ പിടിക്കുന്നുണ്ട്, രണ്ട് കൈയും രണ്ട് കാലും മുറിവായി. എന്നിട്ട് ഒരു ഫുട്ബോൾ പോലെ ഉരുളാണ് മഹാനവർകൾ. അപ്പോൾ ഈ പതാക വീഴരുതെന്ന് മഹാൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. 84 മുറിവുകളിൽ ചരിത്രത്തിൽ കാണാം. ഈ ഭാഗത്തായിരുന്നു 50-ലധികം മുറിവ്. അതൊരു ധീരതയെ സൂചിപ്പിക്കുന്ന ആശയമാണ്. ഇത്രയും മുറിവ് കിട്ടിയിട്ടും പിന്തിരിഞ്ഞിട്ടില്ല എന്നതുകൂടി അതിൻ്റെ ഒരു ആശയം കിടക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം ജയിച്ച് കയറി വരുമ്പോൾ ഓരോരുത്തരും വരുമ്പോൾ അസ്മാ ബീവി ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ പ്രിയതമൻ, എൻ്റെ ഭർത്താവ് ഉണ്ടോ? ഇല്ല. വീട്ടിലേക്ക് പോയി. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ വഫാത്തും വേദനിപ്പിക്കുന്നതാണെങ്കിലും ഹംസ തങ്ങളുടെ വഫാത്ത് സഹിക്കാൻ കഴിയുന്നില്ല, അപ്പുറത്താണല്ലോ, നമുക്ക് അസ്മാവിനെ ഒന്ന് സമാധാനിപ്പിച്ച് വരാം. വരി. ആയിഷ ബീവി ഒരു വിധം പറഞ്ഞ് ഒപ്പിച്ചു. അസ്മാ ബീവി ചോദിച്ചു, അല്ല എൻ്റെ ഭർത്താവ് വഫാത്തായാലും എന്നോട് ക്ഷമിക്കാൻ പറയണം. അതെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം, ക്ഷമിച്ചോളാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയണമായിരുന്നു, എൻ്റെ ഭർത്താവ് നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു, നോമ്പോട് കൂടിയാണോ വഫാത്തായത്? അതെ, നോമ്പോട് കൂടി. എൻ്റെ 2 വയസ്സുള്ള അബ്ദുള്ള, ഉബൈദുള്ള 4 വയസ്സുള്ള മക്കളൊക്കെ ഉപ്പാന്ന് വിളിക്കുമ്പോൾ ഞാനാണ് വായ പൊത്തിപ്പിടിച്ചേക്കണത്. ഒത്തിരി പേരെയും സമരത്തിന് പോകാൻ മക്കളെ വിളിക്കാം, ഉപ്പ പോയിക്കോട്ടെ. അവരൊക്കെ അങ്ങനെ സഹിച്ചിട്ട് നമ്മളെ കയ്യിലേക്ക് തന്ന ദീനെ നമ്മൾ ഒരു 2 മണിക്കൂറിൽ ഒതുക്കേണ്ട അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാന യാത്ര വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.